നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. ദീർഘായുസ് ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മൂലനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. 1202 കൊല്ലവർഷം. ചിങ്ങമാസം ആരംഭിച്ച് കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. മൂലനക്ഷത്രക്കാര് വളരെയധികം സൂക്ഷിക്കണം. കാരണം ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഉള്ള ഘട്ടമാണ്. കാരണം സർവ ഈശ്വര കാരകനായ വേഗൻ 8ലും 9ലുമായിട്ട് സഞ്ചരിക്കും. 9 നിൽക്കുമ്പോൾ കുറച്ച് ഗുണമാണെങ്കിലും 8 നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഈ കൊല്ലം സൂക്ഷിക്കണം. 8ല് വേഴം നിൽക്കുമ്പോൾ നമുക്ക് 8ന്റെ പണി കിട്ടും. ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യവും വിരോധവും തോന്നും. 8 വേഴം നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നമ്മൾ 8 വേഴം നിന്നവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കോടികളുടെ ആസ്തി ഉണ്ടായി ഒരു പൈസയും കടമില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്നത് സ്വയം വെടിവെച്ച് മരിച്ചെന്ന് വരെ കേൾക്കുന്ന സമയമാണ്. കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്ത കാലഘട്ടമാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉള്ള ചില കുരുക്കുകളും 2026 6-ാം മാസം 2-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഴമാറ്റത്തെക്കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിക്കാനും എന്നോട് വിരോധം തോന്നാനുമല്ല. നിങ്ങളെ രക്ഷിക്കുക നിങ്ങൾ വിചാരിച്ചാലേ പറ്റും. ജ്യോത്സ്യനും മന്ത്രവാദിയൊന്നും വിചാരിച്ചാൽ പറ്റില്ല. വൈദ്യം വിചാരിച്ചാലും പറ്റും. കാരണം എല്ലാ പൈസകളും കൊടുത്ത് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്ത് പൂജയും ചെയ്തിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യണേക്കാളും ചാവണമെന്ന് തോന്നണമെങ്കിൽ നേരത്തെ കൂട്ടിയെങ്കിൽ ചെത്താൽ പോലെ ലക്ഷങ്ങൾ കോടികൾ ആശുപത്രിയിലും കൊണ്ട് കൊടുത്തു മറ്റു പൂജകളും ചെയ്ത് അമ്പലവും ഭക്തിയും ദൈവികമായിട്ട് ജീവിച്ചിട്ട് എനിക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ചാവണത് നല്ല കാര്യമാണ് അല്ല. അങ്ങനെ ഉള്ള ഒരു സമയത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വേറെ 8 നിൽക്കുമ്പോൾ 8ന്റെ പണി കിട്ടും. എന്താണ് 8ന്റെ പണി? ജ്യോതിഷത്തിൽ ഏറ്റവും ദോഷകരമായ ഒരു രാശിയാണ് 8. ജാതകത്തിലും വേറെ 8 നിൽക്കണമെങ്കിൽ ഭയങ്കര കുഴപ്പമായി. ജീവിതത്തിലും ജാതകത്തിലും വേറെ 8 നിൽക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം. ജാതകത്തിൽ വേറെ 8 നിൽക്കുന്നവർ സൂക്ഷിക്കണം. കാരണം 8ല് വേറെ നിന്നാൽ വിത്തക്ഷയം, പ്രവാസം, രോഗം, ജനന്തി, മരണഭീതി. വിത്തക്ഷയം തന്നെ നഷ്ടമാണ്. നമ്മളെ പൈസ ഒരുപാട് നമ്മൾ പലവർക്കും പല ബിസിനസ്സിലും കാര്യത്തിലും ചിലവാക്കി. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, മറ്റു കാര്യം, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, ഇതിലൊക്കെ നമ്മൾ ചിലവാക്കി. കയ്യിരിക്കുന്ന പൈസ അത്രയും പോവുകയും വിത്തക്ഷയം. പിന്നെ ED, ഇൻകം ടാക്സ് മുതലായ ഉള്ളത് കൂടെ നുള്ളിപ്പറക്കൊണ്ടുപോയി. ഒരു സാധാരണ പാവപ്പെട്ടവനാണെങ്കിൽ ഒരു ലോൺ എടുത്ത് വീട് വയ്ക്കുക, വണ്ടി വാങ്ങിക്കുക ചെയ്ത ബാങ്കുകാർ റിജക്ട് ചെയ്തുകൊണ്ട് പോവുകയും പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കയ്യിരിക്കുന്ന മറ്റുള്ള സർക്കാരും കോടതിയും ഉദ്യോഗസ്ഥന്മാരും അധികാരികളും പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയും വിത്തക്ഷയം. പ്രവാസി, നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവൂലെന്നും കൊണ്ട് വിദേശത്ത് ഗൾഫിൽ പോയി, അവിടുന്ന് അമേരിക്കയിൽ പോയി, ലണ്ടനിൽ പോയി, ഒരു രാജ്യത്തിൽ ചെന്നിട്ട് ആ രാജ്യത്തിൽ നിന്ന് നമുക്ക് വിസ കിട്ടാതെ വരികയും അതേപോലെ സിറ്റിസൺഷിപ്പ് കിട്ടാതെ വരികയും ഗ്രീൻ കാർഡ് കിട്ടാതെ വരികയും PR കിട്ടാതെ വരികയും അഡ്മിഷൻ കിട്ടിയിട്ടും പരീക്ഷ എഴുതാനോ പഠിക്കാനോ പറ്റാത്ത തരത്തിൽ മാനസികമായിട്ട് തകർന്നു പോയി ജോലിയും പൈസയൊക്കെ നഷ്ടപ്പെട്ടൊരു ജോലി ഉള്ളവനും ജോലി എടുക്കും വേണ്ടാന്ന് തോന്നി കളഞ്ഞിട്ട് വരികയും ചവിട്ടിയിടോ ഇല്ല പിടിച്ചിടോ ഇല്ലാതെ എല്ലാം തകർന്ന് നശിച്ചു. അവസാനം ആളുകളെന്തോരം പറയും, ജോലി ഉണ്ടായിരുന്നു, പെണ്ടാട്ടി ഉണ്ടായിരുന്നു, മാപ്പിള ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, എല്ലാം പോയി. അവൻ എന്തോരോ ഗ്രഹപ്പഴയാണെന്ന് പറഞ്ഞു. നമ്മൾ മരിക്കുമ്പോഴേ ഗ്രഹപ്പഴയാണെന്ന് പറയും. അപ്പൊ അത്രയ്ക്കും പ്രയാസമുള്ള സമയമാണ് വിത്തക്ഷയം, പ്രവാസം, രോഗങ്ങളെന്ന് വെച്ചാൽ ചെറിയ ഒരു അസുഖം വന്ന് നമ്മൾ ആശുപത്രിയിൽ പോയാൽ അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്കായിട്ട് സർജറിയൊക്കെ വേണമെന്ന് പറയും. അങ്ങനെ ചെറിയ പരിപാടി തുടങ്ങി വലിയ വലിയ പരിപാടികളാവും. അങ്ങനെയാണ് ഒരു സർജറി ചെയ്യുമ്പോൾ പോരാ, ഇനി അടുത്ത് വേറെയും കൂടെ ചെയ്യണം, അടുത്ത് വേറെയും കൂടെ ചെയ്യണം. അങ്ങനെ നമുക്ക് 3-4 തവണ ഓപ്പറേഷൻ തിയേറ്ററി കിടന്ന് ഉള്ള പൈസ, എത്രയും കാലം ഉണ്ടാക്കിയ പൈസ അത്രയും ആശുപത്രി കൊടുത്താലും നമ്മളെ രോഗം പോലും മാറണില്ല എന്ന് തോന്നുന്ന സമയം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞുള്ള പൈസ ആശുപത്രി കൊടുത്ത് ഇൻഷുറൻസും തീർന്ന് ഇനി മരിച്ചാൽ കൊള്ളാന്ന് തോന്നുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഓപ്പറേഷൻ, റേഡിയേഷൻ, പരു, മുഴ, കിഡ്നി പോയിരിക്കണം, കരട് പോയിരിക്കണം എന്നൊക്കെ പറയണം. വേഴൻ 8 നിൽക്കുന്ന സമയം ഒരു ഓട്ടിന് തോറ്റും, ഒരു മാർക്കിന് തോറ്റും,
റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടൂല. കിട്ടിയ ജോലി നമ്മൾ കളഞ്ഞിട്ട് വരാൻ തോന്നിപ്പോവും. വിവാഹം നടക്കാൻ തടസ്സം വരും. നടന്ന ബന്ധം തെറിച്ചു. മക്കളുണ്ടാകാൻ തടസ്സം വരും. ഉള്ള മക്കള് കലവിച്ച് മരിച്ചു ഒക്കെ പോവും. നമുക്ക് മരിക്കണമെന്ന് തോന്നും. ദുർമരണം, അകാല മരണം, അപകടങ്ങള്, കടങ്ങള്, ശത്രുതകള്, ജയിൽവാസങ്ങള്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളതാണ് എട്ടില് വേല. അപ്പൊ ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഇതൊക്കെ അറിഞ്ഞാലേ ഒരു കുരുക്കി ചെന്ന് ചാടാതെ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ടൊരു കേസ് വന്നാലും നിങ്ങൾക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലും ജയിലെങ്കിലും കിടക്കാലോ. അടുത്ത ശിക്ഷാ നടപടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് സുഖിച്ച് ജീവിച്ചൂടെ? അല്ലെ? ഊർവശി ശാപം ഉപകാരം ആയതുപോലെയാണ് ഈ കൊല്ലം. എന്താ പറയുക, കേസ് വന്നാൽ പോലീസ് പിടിച്ചുകൊണ്ടും ജയിലിൽ പോകും. അവിടെ ചാപ്പാട് കിട്ടും, ചികിത്സ കിട്ടും. വെച്ചം വന്ന് വെട്ടൂല, കൊല്ലൂല, ഭീഷണിപ്പെടുത്തൂല. നമുക്ക് കയറി തൂങ്ങണം ചാവണമെന്ന് തോന്നൂല. ജീവിതം സ്വസ്ഥം, നമുക്ക് നല്ലത്. പക്ഷെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഘട്ടമാണ്. അതുകൊണ്ട് ഊർവശി ചാവ് ഉപകാരമൊന്നും വിചാരിച്ചോളാം. ഏത് കേസ് വരണമെങ്കിലും വരട്ട്, വഴക്ക് വരണമെങ്കിലും വരട്ട്, എന്ത് വരണമെങ്കിലും, ഏത് സുനാമി വന്നാലും നിങ്ങൾ തകരാത്ത മനസ്സോടുകൂടി ധൈര്യം സംഭരിച്ച് നിൽക്കും. നിങ്ങൾക്ക് ധൈര്യത്തിൽ കൂടുതലാണ്. അതാണ് കൂടുതൽ വാശിയും അഹങ്കാരവും അക്രമവും കൂടുന്നത്. ഈ നാളുകാർ ആര് പറഞ്ഞാലും കേൾക്കില്ല. പോലീസുകാരും പട്ടാളക്കാരും വക്കീലന്മാരും ജഡ്ജന്മാരും പറഞ്ഞാൽ കേൾക്കാത്തവരും ഒക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ കൂടെ വിരോധമൊന്നും തോന്നുന്നത് സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് പെരുമാറും. നമുക്ക് എല്ലാവർക്കും ഉപകാരമൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ശത്രുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപദ്രവിക്കും. അതും കൂടെ ഉണ്ട് കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ കൊല്ലം അധികാരികളുടെ വിരോധം, നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥനോ അധികാരിയൊക്കെ ആയിരുന്നാൽ പോലും നിങ്ങളെ തള്ളിയിടാനുള്ള പരിപാടി ചെയ്ത് തള്ളിയിട്ട് ഊപ്പാട് വരുത്തി നിങ്ങളെ 16 അടിയന്തരം വരെ നടത്തിയിട്ടേ മറ്റുള്ളവർ സമാധാനം. അത്രയ്ക്കും കുരുക്ക് പിടിച്ച ഘട്ടമാണ്. അതുകൊണ്ട് സ്നേഹം ബഹുമാനമൊക്കെ വേണം. ഭക്തി എത്രത്തോളം വേണമെങ്കിലും ഭഗവാനെ വഹിച്ചോണം. ഭഗവാനെ വഹിക്കാൻ നിങ്ങൾക്ക് എല്ലാ കുരുക്കും മാറുമോ എന്ന് വെച്ചാൽ മാറും. അതിനൊരു കഥയും കൂടെ പറഞ്ഞു തരാം. മഹാഭാരത യുദ്ധത്തില് അർജുനൻ നമ്മുടെ കൃഷ്ണനോട് പറയണ, കൃഷ്ണ, സന്യാസമാണോ കർമ്മമാണോ ഏറ്റവും നല്ലത്? ഞാൻ എൻ്റെ ബന്ധുക്കളെ കൊന്നിട്ട് എനിക്ക് രാജ്യവും ഭരണമൊന്നും വേണ്ട. ഇതൊക്കെ ഭഗവാൻ വിളിച്ച് ഏതൊരു കക്ഷിയൊക്കെ അങ്ങ് കൊടുക്കും. ശത്രുക്കളായിട്ട് അവർ വിരോധിച്ച് നിൽക്കേണ്ട. സ്നേഹമായിട്ട് സന്തോഷിച്ച് അനുകൂലിച്ച് ജീവിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ എന്തിനു കേട്ടു? സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗഞ്ച സംസസി ഏതയോഗ യത് ശ്രേയ തത് ഏകമേ സുനിശ്ചിതം ബ്രൂയൂന്നാണ്. സന്യാസമാണ് കർമ്മമാണ് ഏതാണ് നല്ലത്? ഭഗവാൻ എനിക്ക് സുനിശ്ചയമായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഹേ അർജുന, സന്യാസക യോഗ്യത ആപ്തും ദുഃഖം യോഗ യുക്തു മുനിഹി ചിരീണ ബ്രഹ്മാധികച്ചതി. കൃഷ്ണ, അർജുന, ഈ സന്യാസം ഭയങ്കര കഷ്ടമാണ്, അയോഗ്യമാണ്. ഈ വെയിലത്തും മഴയത്തും ഉണ്ണാദ്യം തിന്നാതൊക്കെ ഇവിടെ ജപിക്കാൻ പറഞ്ഞാൽ നീ കേൾക്കും. അതുപോലെ ക്ഷത്രിയ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യലാണ്. യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും മോക്ഷം കിട്ടും. നീ ഭീരുവിനെ പോലെ ഇത്രയും ധീരനായിട്ട് അത് വേണ്ടാന്ന് വിചാരിക്കരുത്, ചെയ്യണം. അപ്പൊ ഭഗവാന്റെ അർജുൻ ചോദിച്ചു, അവര് വന്ന് സ്വാതന്ത്ര്യ സഹായം ചോദിച്ചില്ലേ? സഹായം ചോദിച്ചു. എന്തൊരു ചോദിച്ചു? ആനപ്പട, കുതിരപ്പട, വീരാളി, പടയാളി, തേരാളി, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് സഹായം ചോദിച്ചു. ഞാൻ കൊടുക്കുകയും ചെയ്ത് കൊണ്ടുപോകാനും പറഞ്ഞു. അത് നിനക്കെന്ത്? എൻ്റെ കൂടെ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ സഹായിക്കണ്ടേ? ചെയ്യണം. നിന്റെ കൂടെ അടക്കുന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാര്, നാട്ടുകാര്, ഭക്തന്മാര് എനിക്ക് സഹായിച്ചല്ലേ പോയിട്ടു. അതുകൊണ്ട് നീ അതൊന്നും വിചാരിക്കേണ്ടതാണ്. നീ വണ്ടി കയറി, നമുക്ക് യുദ്ധത്തിന് കാണുന്നു. അങ്ങനെ എന്തായിരുന്നാലും കൊല്ലാൻ കൊണ്ടുപോകണത് എന്നെ കൃഷ്ണൻ എന്ന് പേടിച്ച് ധൈര്യം സംഭരിച്ച് എന്തായിരുന്നു ചാവണത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം വെച്ചു, ഭഗവാനെ അവൻ്റെ അമ്മമാരെ കൈ കൊണ്ട് ചാവണേക്കാളും ഭഗവാന്റെ കൈ കൊണ്ട് ചത്താൽ എനിക്ക് ഇതിനപ്പുറം ഒരു പുണ്യമില്ല, എന്നെ ഒന്ന് കൊന്നു തന്നൂടെ എന്ന് ചോദിച്ചു. ഞാനൊന്നും വിചാരിക്കേണ്ട, കയറി വേണ്ടി എന്തിനാ വരട്ടെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണനും അർജുനനും യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയിട്ട് ആര് ജയിച്ച്? അർജുനൻ ജയിച്ച്. എന്തുകൊണ്ട് ജയിച്ച്? ഇത്രയും വീരാളിയും പടയാളിയും തേരാളിയും ഉണ്ടായിട്ടും കൃഷ്ണൻ കൂടെ ഉള്ളത് കൊണ്ട്, ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ടും നമുക്ക് വിജയം നേടി, എല്ലാം നേടി ജയിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഈ സമയത്ത് ജോലിക്കും പോകണം, പഠിക്കാനും പോകണം, പഠിപ്പിക്കാനും പോകണം. നിങ്ങളുടെ പ്രവൃത്തി ചെയ്തു ഭഗവാനെ എപ്പോഴും കൂടെ നിർത്തി പോകണം. സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിൽ പോകണം. വിഷ്ണു സഹസ്രനാമാർച്ചനകൾ, സുദർശന പൂജ, നരസിംഹമൂർത്തി പൂജ, ലക്ഷ്മി വരാഹമൂർത്തി പൂജകൾ, ഇതൊക്കെ ചെയ്യണം. ശത്രുതന്മാരെ പൂജ ചെയ്യണം. പഠിക്കണ മക്കളാണെങ്കിൽ സരസ്വതി പൂജ നടത്തണം. പരീക്ഷ എഴുതിയാൽ തോറ്റോന്നും കൊണ്ടിരിക്കരുത്. നമുക്ക് ജയിക്കാൻ വേണ്ടി സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജയൊക്കെ ഉണ്ട്. ഇരുട്ടാണെന്നും കൊണ്ട് നമ്മൾ ഇരുട്ടത്തിരിക്കാൻ ശ്രമിക്കരുത്.
ഒരു മെഴുകുതിരി കത്തിച്ചിരിക്കുക, ചിമ്മിനി കത്തിച്ച് വയ്ക്കുക, എമർജൻസി ലാമ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഇൻവെർട്ടർ വയ്ക്കുക, അല്ലെങ്കിൽ സോളാർ പാനൽ വയ്ക്കുക. അപ്പൊ ഏത് വെച്ച് വേണമെങ്കിലും ഇരുട്ടിന് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ കാലദോഷത്തെ ഒരിക്കലും മാറ്റാൻ പറ്റൂല. ഒരു മഴ വന്നാൽ മഴയെ മാറ്റാൻ പറ്റൂല. പക്ഷെ ഒരു കുട നൂത്ത് പിടിച്ചാൽ മഴയും നനയാതെ പോവാം, വെയിലാണെങ്കിൽ വെയിലും കൊള്ളാതെ പോവാം. ചെറിയ സമുദ്രമാണെങ്കിൽ നടന്ന് നോക്കാക്കര കയറാം. വലിയ സമുദ്രത്തിൽ കൂടെ നീന്താനും നടക്കാനും പറ്റൂല. അതിന് കപ്പലുണ്ട്, ബോട്ടുണ്ട്, വള്ളമുണ്ട്, പ്ലെയിനുണ്ട്, അക്കരെ കയറാൻ എളുപ്പമുണ്ട്. പൈസ ഉണ്ടെങ്കിലേ ഇതൊക്കെ പറ്റൂ. അതേപോലെ പൈസ ഉള്ളവർ മാത്രമേ പരിഹാരം ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കാലമല്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയും പൈസ കൊടുക്കണ്ട. പറ്റിയില്ലെങ്കിൽ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, ഐശ്വര്യ പൂജ, ശത്രുമാര പൂജയൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് 4-ലെ ശനി. അപ്പം വീട് പണി മുടങ്ങിപ്പോകും. വീട് പണി അവിടെ കിടക്കട്ടെ. നമുക്ക് 2028 മാർച്ച് കഴിയുമ്പോൾ വീട് പണി പൂർത്തിയാവും. അതുവരെ നമുക്ക് വീട് പണി ശരിയല്ല, ഉള്ള വസ്തു വിൽക്കണം, വീട് വിൽക്കണമെന്നൊക്കെ തോന്നും, കടങ്ങളുണ്ടാവും. അതേപോലെ വിശ്വാസവഞ്ചന, ചതി, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ബിസിനസ്, ഇതിലൊക്കെ വിശ്വാസവഞ്ചന നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകുന്ന സമയം സർക്കാരിൽ നിന്നും കോടതിയിൽ നിന്നും കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പെട്ടെന്ന് കിട്ടാൻ തടസ്സം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. ആത്മഹത്യ ചെയ്യാതിരുന്നാൽ മതി. നമുക്ക് ജീവൻ മാത്രം മതി, സ്വത്തും വകയൊക്കെ പോട്ടെ. നമ്മൾ ഉയരോടെ ഇരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എപ്പോഴും ഒരു വർഷം കഴിയുമ്പോൾ. അതുവരെ നമുക്ക് ചാപ്പാട് ഡെയിലി 10 രൂപ ഉണ്ടെങ്കിൽ 4 അരി കിട്ടും. അത് വെച്ച് കഞ്ഞി വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം. വേറെ വന്നതും പോയതും കെട്ടതും ഒന്നും നമ്മൾ വിചാരിക്കരുത്. ഭഗവാനെ എത്രത്തോളം ഭജിക്കാൻ പറ്റൂ ഭജിക്കണം. ദോഷങ്ങൾ മാറ്റാൻ പറ്റും മാറ്റുമ്പോൾ നമുക്ക് സീറോയിൽ നിന്ന് വീണ്ടും സീറോയിലേക്ക് വരാൻ പറ്റും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തില് നല്ല ദശാകാലമാണെങ്കിൽ നമുക്ക് കുറേ ഗുണങ്ങൾ, ജാതകത്തിന്റെ ഫലമാണ് ശരിക്കും ഉള്ളത്. അപ്പൊ നമുക്ക് വേഴമാറ്റവും ശനിമാറ്റവും കൊണ്ട് നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിൽ. പക്ഷെ ജാതകത്തില് ദശാകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗുണവും കിട്ടൂല. അതേസമയം നിങ്ങൾക്ക് വേഴമാറ്റം ദോഷമാണെങ്കിലും ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ വലിയ കുഴപ്പങ്ങളും ഭീഷണികളും ഏക്ഷണികളൊന്നും ബാധിക്കില്ല. ജാതകത്തിനും ഇതേപോലെ 8-ല് വേഴം, ജീവിതത്തിലും 8 വേഴം, നമ്മളെ ജാതകത്തിൽ ഭാഗ്യക്കുറവ്, ഈശ്വരാനുകൂല്യക്കുറവ്, സർപ്പദോഷം, പ്രതിദോഷം, ദേവശാപ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആകെ പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് ജാതകം പരിശോധിച്ച് നോക്കി നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് അമ്പലങ്ങളും ദൈവങ്ങളെയും പള്ളികളിലും യാത്രകളും വഴിപാടും ഒക്കെ നടത്തി നിങ്ങൾക്ക് വിശ്വാസമുള്ള ഭഗവാനെ ഭജിച്ച് മുന്നോട്ട് പോയാൽ നല്ലതാണ്. കാലഭൈരവനെ ഒന്ന് തൊഴുതാൽ നല്ലതായിരിക്കും. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം, പൂജ, വഴിപാട് ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം. എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. കാരണം പല ആൾക്കാരും ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. അതാണ് വിളിക്കുമ്പം നിങ്ങളുടെ കാര്യത്തിന്, ചോദ്യത്തിന് മറുപടിയോ ഉത്തരവൊക്കെ പറയേണ്ടത് എൻ്റെ കടമയാണ്. പക്ഷേ നമുക്ക് സൂക്ഷ്മമായിട്ട് ജാതകം നോക്കിയിട്ടേ ഫലങ്ങൾ പറയാൻ പറ്റൂ. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ കർത്തവാവിനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. അവിടെ നമുക്ക് രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് യമരാജ പൂജ, മൃത്യുഞ്ജയ ഹോമം, അതേപോലെ വൈകുന്നേരം 4 മണിക്ക് സർപ്പപൂജ, സർപ്പബലി, അഷ്ടനാഗ പത്മമൊക്കെയുള്ള പൂജ വിധികൾ, വൈകുന്നേരം അഭിഷേകങ്ങൾ, പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, അതേപോലെ എല്ലാ ദീപാരാധന, അതേപോലെ പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ഇങ്ങനെയൊക്കെ ഉള്ള വിശിഷ്ടമായ വലിയ പൂജകൾ നടത്തുന്ന ഒരു അമ്പലമാണ്. ഭാരതത്തിൽ ഇത്രയും വലിയ അഭിഷേകവും പൂജയും മാസം തോറും നടത്തുന്ന അമ്പലം കുറവായിരിക്കും. കൗളവാചാരം, താന്ത്രികാചാരം, മാന്ത്രികാചാരം ഒക്കെ ഉള്ള ഒരു ദിവ്യമായ പ്രതിഷ്ഠയാണ്. പറ്റുമെങ്കിൽ ദർശനം നടത്തി പുണ്യം നേടാനുള്ള ശ്രമം നടത്തണം. നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.